ഹായ് ഡിയർ ജെയ് ആസ്പിരൻസ്. കേരളത്തിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളോടുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളടക്കം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ജെയിൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് നിങ്ങളത് കാണണം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനിലേക്ക് ഒരു ഓൾമോസ്റ്റ് 3 മാസമാണ് നമുക്ക് സമയമുള്ളത്. ഒരു 80 to 90 ദിവസം വരെയാണ് ഇനി നമുക്ക് എക്സാമിനേഷനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല +2 സ്റ്റുഡൻസ് പഠിക്കുന്നത്. എന്നാലും കോമൺ ആയിട്ട് നിങ്ങൾ പഠിച്ചെടുത്ത ടോപ്പിക്സ് ഇൻകംപ്ലീറ്റ് ആവുന്ന ഒരു ഫീല് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസ് എഴുതാതെ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് സെക്കൻഡ് ഫേസ് എഴുതി കളയാം, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അത്തരം കുട്ടികളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് ഫേസ് സ്കിപ്പ് ചെയ്യരുത്. എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ ഒരു പ്രിപ്പറേഷൻ വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫേസ് എഴുതണം. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. അതിൻ്റെ പ്രധാന കാരണം, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നോട്ട് ചെയ്യണം. കാരണം പല കുട്ടികൾക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പ്രധാന കാരണം, ഇന്ത്യയിൽ ജെയ് മെയിൻസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ഒരു വിദ്യാർത്ഥിക്ക് 3 തവണ മാത്രമേ, അതായത് 3 ഇയറിൽ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. ഒരു ഇയറിൽ 2 ഫേസിലായിട്ട് നടക്കുന്നതുകൊണ്ട് 6 തവണ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അതെങ്ങനെയെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ +2 ബോർഡ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ഇയർ, അത് ഏത് പ്രായത്തിലാണെങ്കിലും +2 ബോർഡ് എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇയർ തൊട്ട് കോൺസിക്യൂട്ടീവായി 3 ചാൻസസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് +2നോടൊപ്പം നിങ്ങൾക്ക് ജെയ് മെയിൻസ് എഴുതാം, ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. അതിനുശേഷം ഒരു തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടോ അല്ലാതെയോ ഒരു തവണ +2 കഴിഞ്ഞ അടുത്ത വർഷം +2 ബോർഡ് എക്സാം എഴുതുന്ന ഇയറിൻ്റെ കറക്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് എഴുതാം. പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് അതേപോലെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് എഴുതാം. അങ്ങനെ 3 വർഷങ്ങളിലായിട്ട് 6 തവണ മാത്രമേ നിങ്ങൾക്ക് ജെയ് അപ്പിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം, +2നോടൊപ്പം നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ തുടർന്ന് അങ്ങോട്ടേക്ക് ആ വർഷം കൂട്ടാതെ +2 ബോർഡ് എക്സാം എഴുതുന്ന ഇയർ കൂടാതെ പിന്നെ അവിടുന്ന് 3 വർഷം ലഭിക്കും എന്ന് പല കുട്ടികളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ലഭിക്കില്ല. +2നോടൊപ്പം നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ ആ വർഷം നിങ്ങളുടെ ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് 2 വർഷം മാത്രമേ ചാൻസ് ലഭിക്കുള്ളൂ. 2 വർഷം എന്ന് പറയുമ്പോൾ 4 ചാൻസുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ +2നോടൊപ്പം നിങ്ങൾ എഴുതിയില്ല, തൊട്ടടുത്ത വർഷം നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ 3 ചാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ലഭിക്കില്ല. +2നോടൊപ്പം അത് കഴിഞ്ഞ അടുത്ത വർഷം, അത് കഴിഞ്ഞ അടുത്ത വർഷം. +2നോടൊപ്പം നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് 2 ചാൻസ് വരും. അപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫേസ്, അതായത് ജനുവരി നടക്കാൻ പോകുന്ന ഫേസിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. കാരണം നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു. ദെൻ നമുക്കറിയാം, ഈ വർഷം പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്കാണ് നിങ്ങളെ ഫുൾ ഫ്ലഡ്ജ് പ്രിപ്പറേഷൻ എടുക്കുന്നത് എങ്കിലും ആ സെക്കൻഡ് ഫേസിൽ എന്തായാലും നിങ്ങൾ ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ആ പരീക്ഷ നിങ്ങൾ പഠിച്ചെടുത്ത ടോപ്പിക്കിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുകയാണ് എങ്കിൽ ആ പാറ്റേണിനോട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ സാധിക്കും. ഇപ്പോൾ CBT ബേസ്ഡ് ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ CBT ബേസ്ഡ് എക്സാമിനേഷൻ എങ്ങനെയാണ്, ആ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സ്, നമുക്ക് എത്ര സമയം കൊണ്ട് പേപ്പറിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെങ്ങനെ കറക്റ്റായിട്ട് സിസ്റ്റത്തിൽ നമുക്ക് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാം, അങ്ങനെയുള്ള ആ ഒരു എക്സാമിൻ്റെ ആംബിയൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ എക്സ്പീരിയൻസ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് ഫേസ് നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രിപ്പറേഷൻ മതിയാവാതെ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് സ്കിപ്പ് ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഫോർ ബോത്ത് +2 സ്റ്റുഡൻസ് ആൻഡ് റിപ്പീറ്റേഴ്സ്. +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം +2 സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +1 ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടാവാം. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി നിങ്ങളത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം +1 ടോപ്പിക്ക് ഓർത്തെടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ ആ രൂപത്തിൽ പഠിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. +2 ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, മേ ബി ചില കുട്ടികൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല. എടുത്ത അത്രയും ടോപ്പിക്സ് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റേ ഒപ്റ്റിക്സ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചു. റേ ഒപ്റ്റിക്സ് ഒരു വലിയ ചാപ്റ്ററാണ്. അത് മുഴുവൻ നിങ്ങൾക്ക് ജെയ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചെടുക്കാൻ സമയം കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, റേ ഒപ്റ്റിക്സിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2 ഫേസുകളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ, 2 ഫേസിലായിട്ട് പല ഷിഫ്റ്റുകളിലായിട്ടാണല്ലോ എക്സാമിനേഷൻ നടക്കുക. ആ എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ പല മെറ്റീരിയൽസിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു 20-25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പഠിച്ചാൽ റേ ഒപ്റ്റിക്സിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും.
അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ ഇൻഡെപ്ത് ആയിട്ട് ജെഇ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ട, അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഒരു 20-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് തൽക്കാലം വെൽ ഇനഫാണ്. ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ജീനിയസ് ചാനലിൽ നമ്മൾ 1 ഷോട്ട് സീരീസ് ആയിട്ടും മാരത്തോൺ ലൈവുകളായിട്ടും അല്ലാതെ പല പ്രോഗ്രാമുകളായിട്ട് ഇനിയും വരാൻ പോകുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഫോളോ ചെയ്താലും മതി. ദെൻ XPL ഫോളോ ചെയ്താലും മതി. അതിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാം. ദെൻ ജെയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഒരു 6-7 ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസിൻ്റെ ഷഫിളിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഈ റയോപ്റ്റിക്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷിഫ്റ്റിൽ പ്രിസത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ മറ്റൊരു ഷിഫ്റ്റിൽ ലെൻസ് മേക്കേഴ്സ് ഫോമുലയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഷിഫ്റ്റിൽ നിങ്ങൾ പഠിച്ചെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട് പരിചയിച്ച ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് വന്നേക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ നിങ്ങൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ചിലപ്പം ഒരു 1-2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തീരെ ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. പക്ഷെ എന്നാലും നല്ലൊരു ശതമാനം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫസ്റ്റ് ഫേസ് എഴുതുന്ന എല്ലാ +2 കുട്ടികൾക്കും എല്ലാ റിപ്പീറ്റേഴ്സിനും ഇതേ സമയത്തിൻ്റെ ലഭ്യതക്കുറവുള്ളത് കൊണ്ട് കോമ്പറ്റീഷൻ ഒരേപോലെ ആയിരിക്കും എല്ലാവർക്കും. കാരണം നിങ്ങളെപ്പോലെ ലിമിറ്റഡ് പീരീഡിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് മറ്റു കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളായിട്ട് ഫസ്റ്റ് ഫേസ് സ്കിപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കാനും നിൽക്കണ്ട. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഫേസ് തീർച്ചയായിട്ടും നിങ്ങൾ ഗംഭീരമായിട്ട് എഴുതണം. ദെൻ സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് കുറച്ചും കൂടെ സമയം ലഭിക്കും. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ആ സമയം ലഭിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ഇതേ ചിന്താഗതിയിൽ സെക്കൻഡ് ഫേസിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ +2 കുട്ടികളാണെങ്കിൽ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ ഫസ്റ്റ് ഫേസിൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ജെഇ ലെവലിൽ ഓരോ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്താൽ, ഈ പറഞ്ഞ രൂപത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ ആ ചാപ്റ്ററിൻ്റെ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ ബോർഡ് എക്സാമിന് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫേസിലെ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററും ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് ഒരു ആക്സിലറേഷൻ കിട്ടും പഠിക്കാൻ. ആ ചാപ്റ്ററിനോട് ഒരു ടച്ച് നമുക്ക് കിട്ടും. അത് ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ സമയം ലഭിക്കുന്നുണ്ട്, എല്ലാവരും ഇതുപോലെ ചിന്തിക്കുന്നതുകൊണ്ട് കോമ്പറ്റീഷൻ സ്വല്പം കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് വളരെ നീറ്റായിട്ട് വൃത്തിയിൽ കൃത്യസമയം കൊണ്ട് നമ്മുടെ പല പ്രോഗ്രാമുകളും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് സെക്കൻഡ് ഫേസിലും എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 ഫേസിലും നല്ല നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ബെസ്റ്റ് പെർസെൻറ്റൈൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ വിചാരിച്ചൊരു ക്യാമ്പസിലേക്ക്, അതായത് ജെഇയിലെ 2 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസിൽ നമുക്കൊരു NIT സീറ്റ് ഉറപ്പിക്കാൻ സാധിച്ചു എങ്കിൽ പിന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ജെഇ അഡ്വാൻസിലേക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിന്നും ജെഇ മെയിൻസിനുള്ളൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൈലമാണ് ആ ഒരു ട്രെൻഡ് മുന്നോട്ടേക്ക് കൊണ്ടുവച്ച് നമുക്ക് പറയാൻ സാധിക്കും. ജെഇ മെയിൻസിന് ശരിക്കും ഒരു പാറ്റേൺ ഉണ്ട്. ജെഇ മെയിൻ്റെ ഓരോ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവും. മാത്സിനാണെങ്കിലും ഫിസിക്സിനാണെങ്കിലും കെമിസ്ട്രിക്കാണെങ്കിലും കൃത്യമായ ഒരു പാറ്റേൺ, എവിടെയോ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ ആ ക്വസ്റ്റ്യൻ ആവർത്തിക്കപ്പെടും എന്നതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്ലൈഡുകളും സൈലത്തിൻ്റെ സ്ലൈഡുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ നമുക്കറിയാം ജെഇ മെയിൻ ഒരു ലോ സ്കോറിംഗ് എക്സാമിനേഷൻ ആണ്. നമുക്ക് ഔട്ട് ഓഫ് 300 ഒരു 160 എബോവ് സ്കോർ ചെയ്താൽ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കാറ്റഗറി നമുക്ക് ഏതെങ്കിലും ഒരു NITകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ സീറ്റ് കിട്ടാവുന്നതാണ്. അപ്പോൾ ലോ സ്കോറിംഗ് എക്സാമിനേഷനിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്ക് സ്കോർ ചെയ്യണം. ഇപ്പം മാത്സ് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബാലൻസ് ചെയ്യാം. കെമിസ്ട്രിയിലും ഫിസിക്സിലും തന്നെ ഈസി സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ഏതാണ്, ഇപ്പോൾ മാത്സിൽ തന്നെ ഈസിലി സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു അവയർനെസ് ഉണ്ട് എങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ജെഇക്ക് നല്ലൊരു ഗ്ലാമർ സ്കോർ നേടിയെടുക്കാൻ സാധിക്കും. സോ അത്തരം കാര്യങ്ങളൊക്കെയായി ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജി ബിൽഡിങ്ങും ഓരോരോ സബ്ജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഓരോ സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തുടങ്ങിയ പ്രോഗ്രാംസുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ഫേസിലേക്കും സെക്കൻഡ് ഫേസിലേക്കൊക്കെ നിരവധി അക്കാഡമിക് ബേസ്ഡ് ആയ പ്രോഗ്രാമുകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ ഇതതിനൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കാണണം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. വരാൻ പോകുന്ന പ്രോഗ്രാമുകൾക്കും വരാൻ പോകുന്ന കണ്ടന്റ് വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.